ഈ വീഡിയോ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ആണ്. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും ക്വിക്കായിട്ട് ചെറിയ ചെറിയ ബൈറ്റുകൾ വീഡിയോ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ സമയം, മെയിനായിട്ട് നമ്മളുടെ ജോലി, അതുപോലെ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഫാമിലി, ഇതെല്ലാം നമ്മൾ നോക്കണമല്ലോ. അപ്പം അതിലുപരിയായിട്ടുള്ള സമയത്താണ് നമ്മൾ വീഡിയോ, അതും ജിയോ പൊളിറ്റിക്കലി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൊത്തത്തിൽ ഓവറോൾ നമുക്ക് എന്തെല്ലാം പോയിന്റുകൾ കവർ ചെയ്യേണ്ടതുണ്ടോ ആയിട്ട് വേൾഡിൽ അന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ വീഡിയോ പൊതുവേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു യുദ്ധം വന്നു, ശരിക്കും അതിൽ ഒരുപാട് അഗ്രസീവായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ മെയിൻ സ്ട്രീം മീഡിയ അവരുടെ ഉപജീവന മാർഗ്ഗമാണ്, അതവർ നന്നായിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ബോംബ് വീഴുമ്പോഴും അത് അവർ കൃത്യമായിട്ട് തന്നെ അവരുടെ ചാനലുകളിൽ എയർ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടി വന്നിട്ട് അതേ സെയിം ക്ലിപ്പും സെയിം വിഷയവും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താണ്, മെസ്സേജ് ഇപ്പം ഇത് എൻ്റെ ചാനൽ ത്രൂ നിങ്ങൾ കണ്ടാലും മറ്റുള്ള ചാനൽ ത്രൂ കണ്ടാലും നേരെ ചുവയുള്ള വാർത്തയാണെങ്കിലും ഓക്കെയാണ്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ ജിയോ പൊളിറ്റിക്കലി കുറിച്ച് നമ്മൾ പ്രാധാന്യമുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ കോഡിയലി ഉള്ള പല വിഷയങ്ങളും കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ചാനൽ തുടരെ കാണുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മളൊരു മെയിൻ സ്ട്രീം മീഡിയ അല്ല, അപ്പോൾ അതുകൊണ്ട് പരിധികളുണ്ട്. നമ്മളിപ്പം നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നുണ്ടാവും. എഡിറ്റിങ്ങിലൊന്നും ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും പരമാവധി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും പോകെ കാര്യങ്ങളിലേക്ക് വ്യത്യാസം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഓൺലൈൻ മീഡിയ ചാനലുകളെ പോലെ നമ്മൾ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ല ഇത് നടത്തുന്നത്. ഇത് എൻ്റെ ഓൺ റെസ്പോൺസിബിലിറ്റിയിൽ ഞാനായിട്ട് നടത്തുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇൻഫർമേഷൻ തരാൻ 1-2 സോഴ്സുകളുണ്ട്, അതിലുപരിയായിട്ട് ഇതിനകത്ത് വേറെ ഇൻവോൾവ്മെൻറ്റുകളില്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിമിതി ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമാപൂർവ്വം ഇത്രയും നാളും നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് പോലെ തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷയവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. ഹെസ്ബുള്ള ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഹെസ്ബുള്ള മാത്രമല്ല, ഇറാഖിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകളും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ യുദ്ധം കുറച്ചുകൂടെ വ്യാപിക്കുകയാണ്. വ്യാപിക്കാന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ ലെബനൻ്റെ ഉള്ളിൽ നടത്തിയത്. ലെബനൻ്റെ ഹെസ്ബുള്ളയുടെ വളരെ സുപ്രധാനപ്പെട്ട ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ലെബനൻ്റെ ഗവൺമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതായത് ലെബനാൻ പാർലമെൻറ്റിൽ ലോ മേക്കർ ആയിട്ടുള്ള ഒരു MLA പൊസിഷനിലുള്ള വ്യക്തിയാണ് ഇന്നലെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തത്. എവിടെ? ലെബനൻ്റെ ഉള്ളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 53 വില്ലേജസ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 53 വില്ലേജസ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 53 വില്ലേജസ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് മുമ്പ് ഈ സദൻ ലെബനാന്റെ ഭാഗത്ത് ഇവർ ഒഴിഞ്ഞു പോയിരുന്ന ആൾക്കാരാണ്. പിന്നീട് ഈ പീസ് ഡീലും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ വന്ന് താമസിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഇസ്രായേൽ അവരെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ നടത്തും. 1000 അറ്റാക്കുകൾ, അതായത് 1000 ടാർഗറ്റ്സ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 1000 ടാർഗറ്റ്സ് ഇൻക്ലൂഡിങ് ബെയ്റൂത്ത്, ലെബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂത്ത്. അപ്പം ലെബനന്റെ ഗവൺമെന്റ്, ജോസഫ് ആവോന്റെ ഗവൺമെന്റ് പറയുന്നത്, ഹെസ്ബുള്ള നിങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടണ്ട, അങ്ങനെ ഇടപെടുന്നെങ്കിൽ അത് ഞങ്ങളെയും കൂടി ദോഷകരമായി ബാധിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ അടുത്ത് നിന്ന് പൊരിഞ്ഞടി വാങ്ങിച്ച് മൂലയിലിരിക്കുന്ന ആൾക്കാരാണ് ഹെസ്ബുള്ള. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇസ്രായേലുമായിട്ട് മുട്ടാൻ പോകുന്നത്? നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ലെബനന്റെ ഗവൺമെന്റ്, ജോസഫ് ആവോന്റെ ഗവൺമെന്റ് ഓൾറെഡി താക്കീത് കൊടുത്തിട്ടുണ്ട് ഹെസ്ബുള്ളയ്ക്ക്. ഹെസ്ബുള്ള കേൾക്കുന്ന മാതിരി തോന്നുന്നില്ല. ഹെസ്ബുള്ള തുടർച്ചയായിട്ട് ഇന്നലെ റോക്കറ്റ് ആക്രമണം നടത്തി. അതിൽ ഒരു 10-35 റോക്കറ്റുകളോളം ഇങ്ങനെ പകുതി വഴി പോലും ഇല്ല, ജസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ആവും, അവിടെ കത്തി താഴെ വീഴും. അതായത് ലെബനന്റെ ഉള്ളിൽ തന്നെ പതിക്കുന്നൊരു സാഹചര്യം. കാരണം എന്താ വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് കുറേ നാളായി. ഇവരിപ്പം തട്ടിക്കൂട്ടി എവിടേക്കുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പറകി കൊണ്ടുവന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ റോക്കറ്റ് വിടാൻ ശ്രമിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് റോക്കറ്റുകൾ ഇവർ എഫക്റ്റീവായിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക്, നോർത്തേൺ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഇവർ അയച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 2 റോക്കറ്റുകൾ പതിച്ചത് ഡെഡ് ലാൻഡിലാണ്. അങ്ങനത്തെ വാർത്തകളൊക്കെ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാന്റെ സൈഡിൽ നിന്നും 5 മിസൈലുകൾ ഇതുവരെ പതിച്ചിട്ടുണ്ട്. 5 മിസൈലുകൾ, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ. അതിൽ 2 സ്ഥലങ്ങളിലാണ്. അത് ഹൈഫയിൽ വന്ന് പതിച്ചതിൽ ഇൻഫ്രാസ്ട്രക്ചറിന് അവിടെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ആൾനാശമില്ല. ഇപ്പം ഞാൻ ഈ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ആ ഒരു ടൈമിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ബീർഷിബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറാന്റെ ഒരു മിസൈൽ പതിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ഈ ബെയ്റ്റ് ഷിമാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് പതിച്ച മിസൈലാണ് ഏറ്റവും കൂടുതൽ അവിടെ ആഘാതമുണ്ടാക്കിയത്. 10 പേര് ഇതുവരെ, ഏതാണ്ട് 9 മുതൽ 10 ആൾക്കാർ അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 100-ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. ഇത് ഇസ്രായേലിൽ നിന്ന് വരുന്ന റിയാലിറ്റിയാണ്.
ഇതുപോലെ ഇറാൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇറാനിൽ തെഹ്റാൻ എന്ന് പറഞ്ഞ സ്ഥലം തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ആക്രമണം തുടരെ നടക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം നശിപ്പിച്ചത്, എങ്ങനെയാണ് ഒരു എയർ സുപ്പീരിയോറിറ്റി നേടിയെടുത്തത്. വിതിൻ 24 hours ഇറാൻ്റെ എയർ സുപ്പീരിയോറിറ്റി ഇസ്രായേൽ കൈക്കലാക്കിയിരിക്കുകയാണ്. അതുപോലെ ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ ഹാക്ക് ചെയ്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ വീഡിയോയും നെതന്യാഹുവിൻ്റെ വീഡിയോയും നിരന്തരം ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഹാക്ക് ചെയ്തിട്ട് ഫുൾ ടൈം നെതന്യാഹുവും ട്രംപും മാത്രം മാറി മാറിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇറാൻ്റെ ജനങ്ങൾക്ക് നല്ലത് വരുന്നത് പോലെയും ഇറാൻ്റെ ജനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഇല്ല, ഞങ്ങൾക്ക് IRGC റെജിമിനോടാണ് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾ ഇറാനിലേക്ക് ഒരു ഫ്രീഡം അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിൽ കൺവിൻസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറാൻ സ്റ്റേറ്റ് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റേറ്റ് മീഡിയ ഒരു ഹാക്ക് ചെയ്തിരിക്കുകയാണ്. സ്റ്റേറ്റ് മീഡിയയുടെ ഓഫീസ് അടിച്ച് തകർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സൗദി അറാംകോയുടെ ഓയിൽ റിഫൈനറി, അമേരിക്കൻ അറബ് സഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് സൗദി അറാംകോ. ഈ കമ്പനിയിൽ ഇറാൻ്റെ മിസൈൽ പതിച്ചിരിക്കുകയാണ്. ശരിക്കും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു വൻ ദുരന്തമായിട്ട് തന്നെ ഇത് കരുതപ്പെടും. സൗദി അറേബ്യയ്ക്ക് കിട്ടുന്ന രണ്ടാമത്തെ അടിയാണിത്, ഏറ്റവും വലിയ അടി. ഇനി ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് ഇനിയിപ്പം കണ്ടറിയണം. ഇത് ഇറാനിന് ഒരു ഡോമിനേഷനായിട്ട് തന്നെ കരുതാം. അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പം സൗദി അറാംകോയിൽ ഇറാൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 53 വില്ലേജുകൾ ലെബനാനിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവ് ഇട്ടതിനെ തുടർന്ന് നല്ല തിരക്ക്, ഇന്നലെ രാത്രി ഹെവി ട്രാഫിക് ആയിരുന്നു. ലെബനാനിൽ നിന്നും ആൾക്കാർ പുറത്തേക്ക് പോവാണ്. ആ ഒരു സാഹചര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറിയയ്ക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി സിറിയയിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഹെസ്ബുള്ള അനുയായികൾ ഇനി സിറിയയ്ക്കുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇനി അവിടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സിറിയയിൽ ISISന്റെ നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സിറിയയുടെ ജിയോ പൊളിറ്റിക്സ് നോക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് റഷ്യ ഉക്രൈൻ വിഷയം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ യൂറോപ്യൻ മേഖലയിലുള്ള പല വിഷയങ്ങളും നമുക്ക് ഇതുവരെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള മേഖലകളിലൊന്നും തന്നെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. എനിവേ അതൊക്കെ ഞാൻ സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തെഹ്റാൻ സിവിയർലി ഇമ്പാക്റ്റഡ് ബൈ ലാർജ് സ്കെയിൽ ഓഫ് അറ്റാക്ക്. ഇസ്രായേലിൻ്റെ ലാർജ് സ്കെയിൽ ഓഫ് അറ്റാക്കാണ്. തെഹ്റാൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്, ഫൂട്ടേജസ്. അത് ഓരോന്നായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. വീഡിയോസിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. കാരണം ഇപ്പോൾ തെഹ്റാൻ്റെ ഒരു മീഡിയ ഓഫീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ തെഹ്റാൻ്റെ ഇന്ന ഹെഡ് ക്വാർട്ടേഴ്സിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് അതിനകത്ത് വാർത്തയൊന്നുമില്ല. അപ്പോൾ ആ വീഡിയോ ക്ലിപ്സ് ഞാൻ വീഡിയോയുടെ സൈഡിൽ ഞാൻ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതിനകത്ത് എഴുതുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ അതിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന സ്ഥലമാണെന്നുള്ളത്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ന സ്ഥലത്ത് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നുള്ളത്. അല്ലാതെ ഈ അറ്റാക്ക് മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ട് പെരുപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം വിഷയങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ലാരിജാനി, ഇറാൻ്റെ ആയത്തുൽ അലി ഖമനേയിയുടെ ചീഫ് അഡ്വൈസറായിട്ട് പ്രവർത്തിച്ചിരുന്ന ലാരിജാനി, ഈ അലി ലാരിജാനി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പില്ലായിരുന്നു ഇസ്രായേലിൻ്റെ പക്കൽ. പക്ഷേ അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അലി ലാരിജാനി അമേരിക്കയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചർച്ചയാവാം എന്ന് ലാരിജാനി ഒരു പ്രൊപ്പോസൽ അമേരിക്കയ്ക്ക് കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ തുടർന്നാവാം ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഞങ്ങളുടെ കാല് പിടിക്കുന്നുണ്ട്, ദയവായി ചർച്ചയ്ക്ക് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പ്രസ്താവനകളൊക്കെ പുറത്തിറക്കിയത്. ഈ വിഷയം വാൾസ്ട്രീറ്റ് ജേർണൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇറാൻ എപ്പോഴും അങ്ങനെയാണ്, ബാക്ക് സൈഡിൽ അവർ നല്ല രീതിയിൽ കാല് പിടിക്കും. പക്ഷേ ഫ്രണ്ടിൽ രാജ്യത്തിനുള്ളിൽ അവരുടെ ഫേസ് വാല്യൂ നിലനിർത്താൻ വേണ്ടിയിട്ടും IRGCയുടെ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും അവർ പൊതുജനങ്ങൾക്ക് മുന്നിലും മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിലും അവർ ഭയങ്കര പവർഫുൾ ആണെന്നുള്ള. ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് തരത്തിലുള്ള ചർച്ചയായാലും നടത്താം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇത് തീരുമാനിക്കണമായിരുന്നു, ഇപ്പം തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഇപ്പം ഞങ്ങൾ ലാർജ് സ്കെയിലിൽ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതൊരു 4 ആഴ്ചയ്ക്ക് എന്തായാലും നിർത്താൻ കഴിയില്ല, ചർച്ചകൾക്ക് നമുക്ക് ഒരു കുഴപ്പമില്ല, ചർച്ചയ്ക്കൊക്കെ വന്നോളൂ, ചർച്ചയൊക്കെ നടത്താം, പക്ഷേ ആക്രമണം തുടരും എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മിനിമം 1 മാസത്തേക്ക് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തുടർന്നാണെന്നുണ്ടെങ്കിൽ അബുദാബി, ദുബായ്, ഇതുപോലെ മിഡിൽ ഈസ്റ്റിലെ 2-3 രാജ്യങ്ങളും കൂടി സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് അവർ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യാണ്. കാരണം വേറെ ഒന്നുമില്ല, മാസീവായിട്ടുള്ള പുൾ ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചിടുകയാണ്. നിലവിൽ എന്താണ് ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ തന്നെ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് നഷ്ടം വരാത്ത അവസ്ഥയിൽ ഇതങ്ങ് നിലനിർത്താൻ കഴിയും. പിന്നീട് ഇത് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ചെറിയൊരു വോളറ്റൈലിറ്റി ഉണ്ടാവും, പിന്നീട് മാർക്കറ്റ് പിക്കപ്പ് ചെയ്തു. അപ്പോൾ ആ പ്ലാൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് UAE സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ സ്കൂൾ ആക്രമിക്കപ്പെട്ടതിൽ ആ ഫസ്റ്റ് ഡേ അറ്റാക്കിൽ 165 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ഇതുവരെ എന്നുള്ളതാണ് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്ന കൺഫർമേഷൻ. ചൈനയുടെ ഒരു വെസൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലേക്ക് കടന്നു ചെന്നതായിട്ടും ആ വെസൽ കടന്നു ചെന്ന സമയത്ത് അവർക്ക് GPS സിഗ്നൽ കിട്ടിയില്ല എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ചൈനയാണെങ്കിൽ വിവിധ തരത്തിലുള്ള വീണ്ടും
സാറ്റലൈറ്റ് ഇമേജുള്ള വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കൻ ബേസുകളിൽ ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വീഡിയോ എടുത്ത് പുറത്തുവിടുക എന്നുള്ളത് നല്ല പ്രവൃത്തിയല്ല. ഈ വീഡിയോ എടുത്ത് പുറത്തുവിടുന്നതിന് പകരം ഇവർ ഇറാന് വേണമെങ്കിൽ സഹായിക്കാം. ഇറാന് രഹസ്യമായിട്ട് ഒരു വീഡിയോ എടുത്ത് ഇവർ സഹായിക്കാമല്ലോ, അതിന് യാതൊരു തടസ്സമില്ല. പക്ഷേ ഇത് പുറത്തുവിടുന്നതെന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് കരുതുന്നത്. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഈ ആയത്തുള്ള ഖമനേയിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇറാഖാണ്. ഇറാഖിൽ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇറാഖിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ അടുത്ത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ 23 പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അമേരിക്കൻ എംബസിയെ ആക്രമിക്കാൻ ചെന്നിട്ട് ഈ ഷിയ മുസ്ലിംസ്, ഇത് ഷിയ മുസ്ലിംസ് ആണോ ഇവർ സുന്നി മുസ്ലിംസ് ആണോ അല്ലെങ്കിൽ അമേരിക്ക വിരോധിയാണോ എന്ന് നമുക്കറിയില്ല. ഇവർ നേരെ അമേരിക്കൻ എംബസി, കറാച്ചിയിലുള്ള അമേരിക്കൻ എംബസിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് അതിൽ ശരിക്കും ആ കൂട്ടത്തിൽ അടിയിലും ബഹളത്തിലും 9 പേര് ഇന്നലെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. 9 പേര് ഇന്നലെ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം പുറത്തു വരുന്നതിൽ അതിൽ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്, അതായത് ഷിയ സുന്നി എന്നുള്ള വേർപാടില്ലാതെയുള്ള പൊതുജനങ്ങൾക്ക് പാകിസ്ഥാൻ ഗവൺമെന്റിനോട് വിയോജിപ്പ്. കാരണം അമേരിക്ക ആയത്തുള്ള അലി ഖമനിയെ വധിച്ചു. അത് എയ്തർ ഷിയ ആയിക്കോട്ടെ സുന്നി ആയിക്കോട്ടെ, ഡസന്റ് മാറ്റർ, അത് പാകിസ്ഥാന് കൊണ്ടിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഷിയയും സുന്നിയും ഒരുമിച്ച് താമസിക്കുന്ന രാജ്യമാണ്. അപ്പൊ അത്തരത്തിൽ പൊതുജനങ്ങൾ അവിടെ കലാപം ഉണ്ടാക്കി. അങ്ങനെ ആ പൊതുജനങ്ങളുടെ കലാപം വ്യാപിച്ചതിലാണ് മൊത്തത്തിൽ 23 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിസ്സാര കാര്യമല്ല. ആയത്തുള്ള ഖമനേയിയുടെ മരണം ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെ പാകിസ്ഥാനിലാണ്. മറ്റുള്ള ലോകരാജ്യങ്ങളിലാണെങ്കിൽ കോമഡിയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇതേ ഇറാനിയൻ ജനങ്ങൾ മറ്റുള്ള ലോകരാജ്യങ്ങളിൽ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവർ ആഘോഷത്തിലാണ്, സെലിബ്രേഷനിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ഉള്ളിൽ വരെ ഏതാണ്ട് 60% ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പാകിസ്ഥാനിക്ക് കിടക്കപ്പുറതിയില്ല. ഇതാണ് സംഭവം. ഇനി നമ്മൾ നേരെ ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഇതേപോലത്തെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്ന ആൾക്കാരെ നാട് കടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആയത്തുള്ള അലി ഖമനേയി ഓക്കെ, അങ്ങനെ ലോക നേതാക്കൾ, അങ്ങനെ ഇസ്ലാം മതത്തിൽപ്പെട്ട ലോക നേതാക്കൾ പലരും ഉണ്ടാവും. പലർക്കും പല സംഭവങ്ങളും സംഭവിക്കും. പല രാജ്യങ്ങളുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് ഇങ്ങനെ ഇന്ത്യക്കുള്ളിൽ പ്രശ്നമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ അത് നല്ല പരിപാടിയല്ല. കാരണം ഇന്ത്യക്കുള്ളിൽ മുസ്ലിംസ് മാത്രമല്ല താമസിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ പലതരത്തിൽപ്പെട്ട ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാരുണ്ട്. ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രം ഇവിടെ ഒരു പ്രിവിലേജും കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ ഹൈദരാബാദ് ആയിക്കോട്ടെ, ബാംഗ്ലൂർ, അതേപോലെ ഡൽഹി, ഈ സ്ഥലങ്ങളിലൊക്കെ സമാധാനപരമായിട്ടുള്ള റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ. ഷിയ മുസ്ലിംസ് എന്ന് പേരാണെങ്കിലും സുന്നി മുസ്ലിംസും കുറെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്, സോളിഡാരിറ്റി എന്നുള്ള പേരിൽ. പക്ഷെ അതൊക്കെ സമാധാനപരമായിരുന്നു. ഇതേപോലത്തെ സമാധാനപരമായിട്ടുള്ള റാലികൾ നടത്താം, അതിൽ യാതൊരു തെറ്റൂല. അത് തീർച്ചയായിട്ടും അവർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തില് സമാധാനപരമായിട്ടുള്ള റാലികൾ, ഇറാനിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ, ഇസ്രായേലിനെതിരെ ആയത്തുള്ള അലി ഖമനേയിക്ക് ആദരാഞ്ജലികളുമായിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കുള്ളിലും. ആ വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ റാലി നടത്തി മടുക്കും. കാരണം അവിടെ ഇനിയിപ്പോൾ എത്ര അലി ഖമനേയിമാര് ഈ പൊസിഷനിൽ, സുപ്രീം ലീഡർ പൊസിഷനിലേക്ക് വന്നാലും അമേരിക്കയും ഇസ്രായേലും അവരെ തട്ടും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടിക്കൊണ്ടിരുന്നാൽ ഇവരെന്ത് ചെയ്യും? ഇവരിങ്ങനെയാണെങ്കിൽ റാലി നടത്തി മടുക്കും. അത്ര നമുക്ക് പറയാനുള്ളൂ. ശരിക്കും ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിംസ് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം ഇന്ത്യയിൽ താമസിക്കാന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ താമസിക്കാൻ കിട്ടിയ ഒരു അവസരമുണ്ടല്ലോ, അത് ശരിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ പോയി താമസിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇവിടെ എന്താണ് സുഖം എന്നുള്ളത്. അപ്പം ഇത് മറ്റുള്ള രാജ്യങ്ങളെ പോലത്തെ ഒരു റെസ്ട്രിക്ഷൻ അല്ല ഇന്ത്യക്കുള്ളിലുള്ളത്. ഇന്ത്യക്കുള്ളിൽ ഏത് മതം ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കാനും വളരെ വളരെ ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ശരിക്കും ഇന്ത്യയുടെ മഹത്വം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയിട്ട് തിരികെ വരണം, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുറം രാജ്യങ്ങളിൽ എടുത്തു പറയാൻ പറ്റുന്ന പല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും, ഹൈഫൈ ഫെസിലിറ്റീസ്, നല്ല റോഡ്, അങ്ങനെ സംഗതികളൊക്കെ ഉണ്ടാവും, ഇല്ലാന്നില്ല. അതൊക്കെ നമ്മളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റുകളാകുമ്പോഴത്തേക്കും അതിനേക്കാളും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ, നല്ല ഡെവലപ്മെന്റ് ഉള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും റോഡും കാര്യങ്ങളെല്ലാം ഉള്ളത് ഇന്ത്യയിലായിരിക്കും. കാരണം അതെല്ലാം തന്നെ പുതിയ ടെക്നോളജിക്ക് വഴങ്ങുന്ന തരത്തിലായിരിക്കും അതിന്റെ ഡെവലപ്മെന്റ്സ് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പഴയ കൺസ്ട്രക്ഷൻസ് ഒക്കെ മറ്റുള്ള രാജ്യങ്ങൾക്ക് പൊളിച്ചു പണിയേണ്ടി വരും. അത്തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിവേ, അത് വേറൊരു മേഖലയാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് സുഖം കൂടിയതിന്റെ കുഴപ്പമാണ്, അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആയത്തുള്ള ഖമനേയിക്ക് വേണ്ടിയിട്ടൊക്കെ ഇവിടെ സമരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ കാശ്മീരിലൊക്കെ നടത്തിയ സമരം, അതൊക്കെ വൻ ദുരന്തമാണ്. അതൊക്കെ ഇന്ത്യ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ആ സമരത്തിന് മുൻകൈ എടുക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് കണ്ടെത്തണം, അവർക്ക് താക്കീത് കൊടുക്കണം. ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇനി മേലാൽ ഇവിടെ നടത്തിപ്പോരെന്ന് പറഞ്ഞിട്ട്.
കാരണം നിനക്ക് സമാധാനമായിട്ട് ഇത് പ്രതിഷേധിക്കുക എന്തും ചെയ്യും. കേരളത്തിൽ ഹമാസ് ലീഡേഴ്സിന് വേണ്ടി വരെ എഴുന്നള്ളത്ത് നടത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഹമാസിനെ തീറ്റിപ്പോറ്റിയ, ഹമാസിനെ പ്രോക്സി ആയിട്ട് കൊണ്ടു നടക്കുന്ന ആയത്തുൽ അലി ഖമനേയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പ്രകടനമായിരിക്കാം ഈ മരണപ്പെട്ടു എന്ന് കേട്ട ഉടനെ ആ ഒരു ഷോക്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ വേവലാതിപ്പെട്ടുകൊണ്ട് കുറേ ആൾക്കാർ റോട്ടിൽ ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൃത്യമായിട്ട് ഏതേത് രാജ്യങ്ങളിൽ എത്ര മിസൈലുകളൊക്കെ വന്നെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.